സുരക്ഷിതമായി ലോകത്ത് വിശുദ്ധ ഇസ്ലാമിനെ സമർപ്പിക്കുകയാണ്. ലോകത്ത് കഴിഞ്ഞുപോയ തലമുറകൾക്ക്, ലോകത്ത് കഴിഞ്ഞുപോയ ജനവിഭാഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ തന്നെ വഹയി നൽകിയിട്ടുണ്ട്, പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അവസാന പ്രവാചകൻ അല്ലാഹു വഹയി നൽകുമ്പോൾ, അവസാന പ്രവാചകൻ അല്ലാഹു വേദഗ്രന്ഥം നൽകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വേദഗ്രന്ഥത്തിന്റെ സംരക്ഷണം സ്വയം ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ചതുപോലെ ഇനി ഒരിക്കലും ഇതിൽ സംഭവിക്കുകയില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ചത് നമുക്കറിയാം. ആ പ്രവാചകൻ കടന്നു വന്നു, ആ പ്രവാചകൻ ആ നാട്ടിൽ വന്നു, ആ പ്രവാചകൻ വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു, ആ പ്രവാചകൻ വേദഗ്രന്ഥം ആ ജനതയ്ക്ക് കൈമാറി, ആ പ്രവാചകൻ ഈ ലോകത്തുനിന്ന് യാത്രയായി കഴിയുമ്പോൾ പൗരോഹിത്യം അവിടെ കടന്നു വരുന്നു. റുഹ്ബാൻ, പുരോഹിതന്മാർ കടന്നു വരികയാണ്, അഹ്ബാറുകൾ കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് അവർ മതത്തിൽ കൈകടത്തി പുതിയ വേദഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി, പുതിയ ചിന്താഗതികൾ എഴുതിയുണ്ടാക്കി അത് വേദഗ്രന്ഥമായി അവതരിപ്പിച്ച് അത് അല്ലാഹുവിൻ്റെതാണെന്ന് വാദിച്ച് വേദഗ്രന്ഥത്തെ തന്നെ വികൃതമാക്കുന്ന അവസ്ഥ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു, യക്തുബൂനൽ കിതാബ ബിഐദീഹിം, സ്വന്തം കരങ്ങൾ കൊണ്ടവർ ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി. തുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്, പിന്നെ അവർ പറഞ്ഞു ഇത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന്. അല്ലാഹു അവതരിപ്പിച്ചതല്ല, സ്വന്തം കരങ്ങൾ കൊണ്ട് പുരോഹിതന്മാർ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങൾ ചൂണ്ടി അവർ തന്നെ പറഞ്ഞു ഹാദാ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്, റബ്ബിങ്കിൽ നിന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് അവർ ഈ വേദഗ്രന്ഥത്തിൽ കൈകടത്തിയത്, മതത്തിൽ കൈകടത്തിയത്? എന്തിനാണെന്ന് ചോദിച്ചാൽ ലിയസ്തറൂ ബിഹി തമനൻ ഖലീലാ, തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടിയാണ്, ഭൗതിക വിഭവങ്ങൾക്ക് വേണ്ടിയാണ്, ഈ ലോകത്ത് ലഭിക്കാനുള്ള ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്, നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് മതത്തിൽ അവർ കൈകടത്തിയത്. അത് സൂചിപ്പിച്ചിട്ട് അല്ലാഹു പറഞ്ഞു വവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ, സ്വന്തം കരങ്ങൾ കൊണ്ട പ്രകാരം ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കിയത് നിമിത്തം അവർക്ക് നാശം, അത് വിറ്റ് സമ്പാദിച്ചതുപോലും അവർക്ക് നാശം. ശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കാല സമൂഹം വേദഗ്രന്ഥത്തിൽ കൈകടത്തിയത് എങ്ങനെയെന്ന്. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകന്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തുക എന്നത് അവർക്ക് സാധ്യമാണ്. അവർ വിചാരിച്ചാലും അതിന് സാധിക്കുകയില്ല, ലോകം മുഴുവൻ വിചാരിച്ചാലും അതിന് കഴിയില്ല. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഉറപ്പ്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഉത്ബോധനം നാമാണ് അവതരിപ്പിച്ചത്, അതിനെ നാം തന്നെ സംരക്ഷിക്കും. വിശുദ്ധ ഖുർആനിന്റെ സംരക്ഷണം, ആ വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമായ ഹദീസിന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം ഏറ്റെടുക്കുകയാണ്. ലോകാന്ത്യം വരെ ആ പ്രമാണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിലനിർത്തുക തന്നെ ചെയ്യും. എന്നാൽ ആ വേദഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ, പ്രമാണങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോൾ തീർച്ചയായും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സത്യമാർഗം സ്വീകരിക്കുവാനുള്ള, അത് അവലംബിക്കുവാനുള്ള മാർഗങ്ങൾ നിലനിൽക്കവേ തന്നെ ഈ സമൂഹത്തിൽ വ്യതിയാനങ്ങൾ, വഴികേടുകൾ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. പ്രമാണങ്ങൾ നേർക്കുനേരെ ലോകത്ത് നിലനിൽക്കുമ്പോൾ, ആ പ്രമാണങ്ങൾ നിലനിൽക്കവേ തന്നെ മുസ്ലിം സമൂഹത്തിൽ വ്യതിയാനങ്ങൾ, വഴികേടുകൾ കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പഠിപ്പിച്ച് അതിന് വ്യക്തമായ നിർദ്ദേശം ഈ സമൂഹത്തിന് നൽകുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. എന്തിനു വേണ്ടിയാണ് റസൂൽ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തുന്നത്? അതേ, മുസ്ലിം സമൂഹം അങ്ങനെ തന്നെ ആയിക്കൊള്ളും, അങ്ങനെ നശിച്ചു പോയിക്കൊള്ളും, അങ്ങനെ മുസ്ലിം സമൂഹം എന്നും നശിച്ചുകൊണ്ടേയിരിക്കണം എന്ന അർത്ഥത്തിലല്ല പ്രവാചകന്റെ പ്രവചനങ്ങൾ. നേരെ മറിച്ച് ലോകത്ത് ജീവിക്കാനിരിക്കുന്ന വിശ്വാസികൾ സ്വയം അവർ വിലയിരുത്തുവാനും തങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്നുണ്ടോ എന്ന സൂക്ഷ്മതാബോധം നിലനിർത്തുവാനും വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തിയത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രത്തോളം ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ള പറയുന്നത് നമുക്ക് കാണാം. തന്റെ സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി റസൂലുള്ള പറഞ്ഞത്, ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്റിൻ ദിറാൻ ബിദിറാ ഹത്താ ലൗ ദഖലൂ ജുഹറ ലബ്ബിൻ തബിഅതുമൂഹും. റസൂലുള്ള പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളെ നിങ്ങൾ ചാണിനു ചാണായി, മുഴത്തിന് മുഴമായി പിൻപറ്റുക തന്നെ ചെയ്യും. എത്രത്തോളം? ഹത്താ ലൗ ദഖലൂ ജുഹറ ലബ്ബ്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറയിൽപ്പെട്ട ഏതെങ്കിലും ഒരുത്തൻ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിൽ വരെ നിങ്ങൾ അവരെ പിൻപറ്റും.
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനോട് ഇത് പറയുമ്പോ സഹാബത്ത് റസൂലുള്ളാഹിയോട് തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ തലമുറകളെ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി ഞങ്ങൾ പിൻപറ്റുമെന്നങ്ങ് പറഞ്ഞുവല്ലോ. ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെന്നത് കൊണ്ടങ്ങ് ഉദ്ദേശിച്ചത് അൽ യഹൂദ വന്നസാറ, യഹൂദ നസറാക്കളെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ, ജൂത ക്രൈസ്തവരെ ഞങ്ങൾ പിൻപറ്റുമെന്നാണോ, അവരുടെ മാർഗം ഞങ്ങൾ അവലംബിക്കുമെന്നാണോ എന്ന് സഹാബത്ത് പ്രവാചകനോട് തിരിച്ചു ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നു, ഖാല ഫമൻ, അല്ലാതെ പിന്നെ ആരെയാണ്? അവരെ തന്നെ നിങ്ങൾ പിൻപറ്റും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ നടപടിക്രമങ്ങളെ ചാണിനു ചാണായി മുഴത്തിനു മുഴമായി നിങ്ങൾ പിൻപറ്റുമെന്ന് റസൂലുള്ളാഹി പറയുകയാണ്. അവിടെയാണ് വ്യതിയാനം കടന്നു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വിശ്വാസിയായ മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ, അവനോട് നിർബന്ധമായും അല്ലാഹു പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചതെന്താ? നിർബന്ധമായും ഒരു മുസ്ലിം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ നേരായ പാതയിലൂടെ നയിക്കണമേ. ആ പാത ഏതാ? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ്, നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ ശാപത്തിന് വിധേയരായവരുടെ മാർഗമല്ല. വലദ്ദാല്ലീൻ, വഴിപിഴച്ചവരുടെ മാർഗവുമല്ല. ആരാണ് മഗ്ദൂബി അലൈഹിം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? മുഫസ്സിറുകളായ ആളുകൾ വ്യാഖ്യാനിച്ച് പറഞ്ഞു അൽ യഹൂദ്, അതുകൊണ്ടുള്ള ഉദ്ദേശം യഹൂദികളാണ്. അതുപോലെ തന്നെ വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞ ആ ളാല്ലീൻ, പിഴച്ചുപോയവരെന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരാ? അന്നസ്വാറ, നസ്വാറാക്കളാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ നിർബന്ധമായും അല്ലാഹുവേ എന്നെ നീ ചേർക്കരുത്, യഹൂദിയുടെ മാർഗത്തിൽ ചേർക്കരുത്, നസാറയുടെ മാർഗത്തിൽ ചേർക്കരുത് എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി മുസ്ലിം സമൂഹം തന്നെ യഹൂദ നസറാക്കളുടെ മാർഗം പിൻപറ്റുന്ന അവസ്ഥയുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ലോകത്താളുകൾ കൊണ്ടു നടക്കുന്ന അബദ്ധവിശ്വാസം, ഇന്നും നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അബദ്ധവിശ്വാസം, പലപ്പോഴും പല അന്ധവിശ്വാസങ്ങളെയും ന്യായീകരിക്കുവാൻ വേണ്ടി പുരോഹിതന്മാർ എടുത്തുദ്ധരിക്കുന്ന ഒരു ന്യായവാദം എന്താ? ഇവിടെ ഇസ്ലാം വന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്. മാലിക് ഇബ്നു ദീനാറും കൂട്ടരും അതേ നമ്മുടെ കൊടുങ്ങല്ലൂരിലെത്തി അവിടെ നിന്ന് ഇസ്ലാമിക പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ആ 14 നൂറ്റാണ്ടുകളായി തലമുറ കൈമാറി വന്ന ദീൻ അങ്ങനെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് പലപ്പോഴും പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, കേൾക്കുമ്പോൾ അത് ശരിയാണ് എന്ന് തോന്നും, എന്നാൽ ഈ തലമുറ കൈമാറി വന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനിടയിൽ പല വിശ്വാസരാഹിത്യങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അത് ഇസ്ലാമാണ് എന്ന് മുസ്ലിം സമൂഹം തെറ്റിദ്ധരിച്ചു പോകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ വെറുതെ ആരോപിക്കുകയല്ല. നേരെ മറിച്ച് ഏതൊരു പ്രദേശത്തേക്ക് ഇസ്ലാം കടന്നു വരുമ്പോഴും ആ ഇസ്ലാമിന്റെ തനതായ ആദർശം അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതിന് പകരം ആ നാട്ടിൽ നിലനിൽക്കുന്നതായ പല വിചാരധാരകളും ആ സമൂഹത്തിൽ കടന്നു വരികയും അത് ഇസ്ലാമായി തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന് ഞാനൊരു ആരോപണം പറയുകയല്ല. നേരെ മറിച്ച് ഹുസൈൻ രണ്ടത്താടി എന്ന് പറയുന്ന വ്യക്തി, നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ അദ്ദേഹം ഏത് പ്രസ്ഥാനത്തിന്റെ വാഗ്ദാവാണ്, അദ്ദേഹം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. പ്രത്യേകിച്ച് പൊന്നാനി തെരഞ്ഞെടുപ്പോടുകൂടി ഫേമസ് ആയ ഹുസൈൻ രണ്ടത്താണിക്ക് ഒരു പുസ്തകമുണ്ട്, അറിയപ്പെടാത്ത ഇന്ത്യ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. പൂങ്കാവനം ബുക്സാണ് ആ പുസ്തകം പുറത്തുവിട്ടിട്ടുള്ളത്. ആ അറിയപ്പെടാത്ത ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ 47-ാമത്തെ പേജിൽ വ്യക്തമായി പറയുന്നത് കാണാം, ഇസ്ലാം വിവിധ നാടുകളിൽ പ്രചരിച്ചപ്പോൾ അതതു നാടുകളിലെ പല ആചാരങ്ങളും മര്യാദകളും ഇസ്ലാമിക സംസ്കാരത്തിൽ സ്ഥാനം പിടിച്ചു എന്നാണ്. ഇസ്ലാം വ്യത്യസ്തങ്ങളായ നാടുകളിൽ പ്രചരിച്ചപ്പോ അതതു നാടുകളിലെ പല ആചാരങ്ങളും മര്യാദകളും ഇസ്ലാമിക സംസ്കാരത്തിൽ സ്ഥാനം പിടിച്ചു. ഇതുപോലെ സൂഫിസം വിവിധ മതചിന്തകളുമായി ബന്ധപ്പെട്ടപ്പോൾ ആ മതചിന്തകൾ പലതും സൂഫിസത്തിലും സ്ഥാനം പിടിക്കുകയുണ്ടായി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിവിധ നാടുകളിൽ പ്രചരിച്ചപ്പോൾ ആ നാടുകളിലെ ആചാരങ്ങളും അതുപോലെ തന്നെ ആ നാടുകളിലെ മര്യാദകളും ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമായതുപോലെ പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ ഉടലെടുത്ത സൂഫിസം എന്ന ചിന്താഗതി, ആ ചിന്താഗതിയെ സംബന്ധിച്ചിടത്തോളം ആ ചിന്താഗതി പല മതങ്ങളുമായി ബന്ധപ്പെട്ടു. ആ മതതത്വങ്ങളെ ആ സൂഫി ചിന്താഗതികൾ ഏറ്റെടുക്കുന്ന അവസ്ഥയുണ്ടായി എന്നാണ്. അതാണ് പിന്നീട് നമ്മുടെ നാട്ടിലെ തരീഖത്ത് പ്രസ്ഥാനങ്ങളായി രൂപാന്തരപ്പെട്ടത്.
നമ്മുടെ നാട്ടിലെ തരീഖത്ത് പ്രസ്ഥാനങ്ങളായി രൂപാന്തരപ്പെട്ടത് ഈ സൂഫിസമാണ് എന്ന് മാത്രമല്ല, ആ വ്യത്യസ്തങ്ങളായ മതങ്ങളിൽ നിന്ന് കടമെടുത്ത ചിന്തകളെ വിശദീകരിച്ചുകൊണ്ട് തന്നെ ഹുസൈൻ രണ്ടത്താണ് വിശദീകരിക്കുന്നത് കാണാം. സൂഫികൾക്ക് ഹബ്സേദം എന്ന് പറഞ്ഞാൽ ശ്വാസം പിടിച്ചു നിർത്തൽ എന്നൊരു പരിപാടിയുണ്ട്. ശ്വാസം പിടിച്ചു നിർത്തണം. ആ ശ്വാസം പിടിച്ചു നിർത്തുക എന്നൊരു പരിപാടി സൂഫികൾക്കുണ്ട്. ബുദ്ധമതക്കാരുടെ പ്രാണായാമവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ക്രമർ എന്ന ജർമ്മൻ സ്ഥാപിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ബുദ്ധന്മാർ അവർക്കുള്ള പ്രാണായാമം അത് കടമെടുത്തു സൂഫികൾ. എന്നിട്ടോ പേരുമാറ്റി ഹബ്സേദം. സംഗതി രണ്ടും ഒന്നാണ്. ഇത് ഇസ്ലാമിന്റെ പേരിൽ അവതരിപ്പിച്ചുകൊണ്ട് സൂഫിസം കടന്നു വന്നു. അവിടുന്ന് തരീഖത്ത് പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുകയാണ്. മാത്രമല്ല വീണ്ടും ഇതിൽ വിശദീകരിക്കുന്നത് കാണാം. ഔറസ്റ്റൈൻ പറയുന്നത് ദർഗകളിലും ശവകുടീരങ്ങളിലുമുള്ള മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകൾ ബുദ്ധമതത്തിന്റെ അനുകരണമാണെന്നാണ്. ഇസ്ലാം പഠിപ്പിച്ചതല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. നേരെ മറിച്ച് നമ്മുടെ ദർഗകളിലും ശവകുടീരങ്ങളിലും മുസ്ലിങ്ങളുടെ പ്രാർത്ഥനകൾ ബുദ്ധമതത്തിന്റെ അനുകരണമാണെന്നാണ്. ഗുരുവിന്റെ ചിത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന തസവ്വുറേ ശൈഖ് എന്ന നക്ഷബന്ദി കർമ്മത്തിന് ബുദ്ധമതത്തോട് ബന്ധമുണ്ടത്രേ. ഏതെങ്കിലും ഒരു തരീഖത്തിൽ മെമ്പറായി കഴിഞ്ഞാൽ ആ തരീഖത്തിൽ മെമ്പറായവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ ഈ ചിന്തയുണ്ടാകണമെന്നാണ്. ആരെക്കുറിച്ചുള്ള ചിന്ത? തന്റെ ശൈഖിനെ കുറിച്ചുള്ള ചിന്ത. തന്റെ ശൈഖിനെ കുറിച്ചുള്ള ചിന്ത. ആ ശൈഖിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് തന്റെ ശൈഖിനെ മനസ്സിൽ കൊണ്ടുവന്ന് തന്റെ ശൈഖിനെ കണ്ടുകൊണ്ട് അവർ നടത്തുന്ന കർമ്മം അത് ബുദ്ധമതത്തോട് ബന്ധമുണ്ട് എന്നാണ്. ബുദ്ധമത കേന്ദ്രമായിരുന്ന ബുഹാറയ്ക്ക് സമീപമായിരുന്നു നക്ഷബന്ദി തരീഖത്തിന്റെ ഗുരുവായിരുന്ന ഷെയ്ഖ് ബഹാഉദ്ദീന്റെ കേന്ദ്രവും കബറിടവും. സൂഫികളുടെ ജപമാല എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തസ്ബീഹ് മാല ബുദ്ധഭിക്ഷുക്കളെ അനുകരിച്ചതാണെന്ന അഭിപ്രായമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പേരിൽ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ മറ്റു മതചിന്തകൾ അത് ഇസ്ലാമിന്റെ പേരിൽ ഇറക്കുമതി ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായി എന്നാണ് വളരെ വ്യക്തമായി ഈ പുസ്തകത്തിന്റെ പല സ്ഥലങ്ങളിലും എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. അത് പിന്നീട് നമുക്കറിയാം തരീഖത്ത് പ്രസ്ഥാനങ്ങളായി നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നു. ആ തരീഖത്ത് പ്രസ്ഥാനം കുറച്ചുകാലം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അത് ഇസ്ലാമാണ്, ഇത് നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ കൈമാറി വരുന്ന ആചാരമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ വിശ്വാസ രംഗത്ത് അതെ ഇസ്ലാം പഠിപ്പിക്കാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത, പ്രവാചകൻ ഈ സമൂഹത്തിന് കൈമാറിക്കൊടുക്കാത്ത ചിന്താഗതികൾ കടന്നു വന്നു. പ്രവാചകന്റെ സ്ഥാനം ശൈഖുമാര് കൈയടക്കി എന്നാണ്. പ്രവാചകന്മാരുടെ സ്ഥാനം ശൈഖുമാര് കൈയടക്കി. അതേ പ്രവാചകനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, നേരെ മറിച്ച് പ്രവാചകന്റെ ഷാഹിദാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനിതാ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് സാക്ഷ്യം വഹിക്കുമ്പോൾ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുമ്പോൾ എന്റെ സാക്ഷിത്വം സാധുവാകണമെങ്കിൽ ആ പ്രവാചകനെ ഞാൻ കാണണം. ആ അല്ലാഹുവിൽ ഞാൻ വിലയം പ്രാപിക്കണം. ആ അല്ലാഹുവിനെ പരിപൂർണമായി അറിഞ്ഞ ഇൻസാനുൽ കാമിലാകണം. മാത്രമല്ല ആ പ്രവാചകനെ കണ്ട വ്യക്തിത്വമാകണം. എങ്കിലേ ഷാഹിദാകൂ. ഇനി കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കണ്ട ഒരുത്തന്റെ അടിമയാകണം. ഈ ചിന്താഗതി കടന്നു വന്നു. പ്രവാചകന്മാരുടെ സ്ഥാനം പോലും ആ സ്ഥാനം പോലും ശൈഖന്മാർ അവർ ആചരിക്കുന്ന അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന അവസ്ഥയുണ്ടായി എന്നാണ്. മാത്രമല്ല ഇത്തരത്തിൽ ഒരു തരീഖത്ത് പ്രസ്ഥാനത്തിൽ അംഗത്വമെടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാള് തന്റെ ശൈഖിന്റെ മുന്നിൽ ഒരു മയ്യത്തിനെ പോലെ കിടന്നു കൊടുക്കണമെന്നാണ്. ഒരു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആ മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കയ്യിലെ മയ്യത്ത് എങ്ങനെയാണോ അങ്ങനെയായിരിക്കണം ശൈഖിന്റെ മുന്നിലെ മുരീദ് എന്നാണ്. വലതുഭാഗത്തേക്ക് മയ്യത്തിനെ തിരിച്ചിട്ടാൽ അങ്ങനെ കിടക്കും, ഒരിക്കലും അത് തിരിഞ്ഞു പോകൂല. അതുപോലെ ഇടതുഭാഗത്തേക്ക് മയ്യത്തിനെ തിരിച്ചിട്ടാൽ അങ്ങനെ കിടക്കും. അതുപോലെ ശൈഖ് എന്താണോ പറയുന്നത് അങ്ങനെ തന്നെയായിരിക്കണം ആര്? മുരീദ്. ഇത് ഞാൻ എന്റെ വകക്ക് പറയല്ല, നേരെ മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഹുസൈൻ രണ്ടത്താണ് ഇവിടെ അറിയപ്പെടാത്ത ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ 77-ാമത്തെ പേജ്. അവിടെ കാണാം ശൈഖിന്റെ കൽപ്പന പ്രവാചകന്റെ കൽപ്പന പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ശൈഖിന്റെ കൽപ്പന പ്രവാചകന്റെ കൽപ്പന പോലെയാണ്. എന്നാൽ ലോകത്ത് അങ്ങനെ നിയമം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ നിയമമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരാളുടെ കൽപ്പനയും ആ പ്രവാചകന്റെ കൽപ്പനക്ക് തുല്യമായി ഉണ്ടാവില്ല. എന്നാൽ ഫവായിദുൽ ഫുവദ് എന്ന് പറയുന്ന തരീഖത്ത് ഗ്രന്ഥങ്ങൾ, ആ തരീഖത്തിന്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് ശൈഖിന്റെ കൽപ്പന പ്രവാചകന്റെ കൽപ്പന പോലെയാണ്. എത്രത്തോളം ഒരു ഉദാഹരണം പറയുന്നത് കേട്ടോളൂ. ഒരു വ്യക്തി ശൈഖ് ശിബിലി ശിഷ്യനാകാൻ